ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു ഒന്നാം തരം ഫ്രോഡ് താത്ത ഉണ്ടല്ലോ, നമ്മുടെ അരുണേട്ടൻ്റെ ജസ്ന. കണ്ണൻ്റെ പടമൊക്കെ വരച്ച് ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികളിൽ നിന്നും നല്ല രീതിയിൽ പൈസയും ഉണ്ടാക്കി നല്ല ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൂതറ. ഭർത്താവങ്ങാണ്ട് ഗൾഫിലെങ്ങാണ്ടാണ് ഈ അരുണേട്ടൻ എന്ന് പറയുന്ന ഈ പരനാറി ഇവളുടെ ആങ്ങളയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം കൊണ്ടുവന്ന് നമ്മുടെയൊക്കെ മുന്നിൽ കാണിച്ചത്. എന്നിട്ടൊരു ആങ്ങളെയും പെങ്ങളും കാണിക്കാത്ത രീതിയിലുള്ള പല തെമ്മാടിത്തരങ്ങളും ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹം കണ്ടതാണ്. എന്താണേലും കണ്ണൻ്റെ പടമൊക്കെ വരച്ച് ഇവിടുത്തെ നല്ല ഹൈന്ദവ മത വിശ്വാസികളുടെ ഹൃദയമൊക്കെ കീഴടക്കി നമ്മുടെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ സ്വന്തം MP ആയിട്ടുള്ള മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടനും ഒക്കെ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. പല RSS കാര്യാലയത്തിലും പല RSSന്റെ നേതാക്കന്മാർക്കും ഇവിടെ ഈ പറയുന്ന കണ്ണൻ്റെ പടം വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ആ തനി രൂപം, ആ ഫ്രോഡ് പരിപാടി ഇങ്ങോട്ട് പുറത്തോട്ട് വരാൻ തുടങ്ങി. കാരണം ക്ഷേത്രത്തിൽ കയറുക, അവിടെ നിന്നോട്ട് തോന്നിയാസം കാണിക്കുക, കേക്ക് കട്ട് ചെയ്യുക, മറ്റേ റീൽ എടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ചപ്പോൾ നല്ല മതവിശ്വാസികൾ അതിനെ എതിർത്തു. ഇതില്ല, ക്ഷേത്ര കമ്മിറ്റി ഇവർക്കെതിരെ കേസും കൊടുത്തു. ഇവള് രണ്ടാമതും ആ കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് വീണ്ടും പല ക്ഷേത്രങ്ങളിലും പോയിട്ട് ഇവൾ റീലെടുക്കാൻ തുടങ്ങി. കാരണം ഗുരുവായൂർ കയറ്റാതെ വന്നപ്പോഴത്തേക്ക് വേറെ പല ക്ഷേത്രങ്ങളിലും പോയിട്ട് റീലെടുക്കാൻ തുടങ്ങി. ഈ സമുദായത്തെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട് ഈ വൃത്തികെട്ട കൂതറ. ഇവള് മതം മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊരു വീഡിയോ ഒക്കെ വന്നായിരുന്നു. എന്നാൽ ഇവള് മതമൊന്നും മാറാനൊന്നും പോകുന്നില്ല. കാരണം മതം മാറിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇതങ്ങോട്ട് ചിലവാകത്തില്ല. ഇവിടെ കുറെ സംഖ്യകൾ ഇപ്പോഴും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ സംഖ്യകൾ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ. ഇവിടെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മറ്റേ ലസിത വടയക്ഷിയാണ്. കാരണം അവക്ക് ഇവിടെ കണ്ണെടുത്താൽ കണ്ടു, രണ്ടുപേരും നേരെ ഉപയോഗം നോക്കിക്കഴിഞ്ഞാൽ പൊരിഞ്ഞടിയാണ്. എന്നാൽ സമയം ഷാജി പാപ്പാൻ എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഇവളെ എടുത്തിട്ട് അങ്ങ് വലിച്ചു കീറി തലങ്ങും വിലങ്ങും ഒട്ടിച്ചു. അപ്പോൾ ഇപ്പൊ ക്ഷേത്രത്തിൽ കയറലൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ടെ ഇവള് മസ്ജിദിലോട്ടൊന്ന് വന്ന് കയറാനായിട്ട് നോക്കുന്നുണ്ട്. ഈ നായിനെ ആ ഏരിയയിൽ ആരെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കണ്ടാൽ ചാണാ മുഖ്യ ചൂലിന് ഈ നശൂലത്തെ അവിടുന്ന് അടിച്ചോടിക്കണം. 7 അയലത്ത് കയറ്റരുത് കേട്ടോ ഈ വൃത്തികെട്ട കൂതറേനൊന്നും. കാരണം ഇവളൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ, സമുദായത്തെ പറയിപ്പിക്കാൻ നടന്നിട്ടുള്ള കൂതറ ഇവള്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അറിയാം എനിക്കും. അമ്പലത്തിന്റെ മുമ്പിൽ വന്ന് മാത്രം വീഡിയോ എടുക്കുന്നു എന്നുള്ള കമന്റുകൾ ഇനി ഇവിടെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ. പള്ളിയുടെ മുമ്പിൽ വന്നിട്ടും വീഡിയോ എടുക്കാൻ പറ്റും. വീഡിയോ എടുത്തെന്ന് വെച്ചിട്ട് ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ഞാൻ മതം ഉപേക്ഷിച്ചൊരു വ്യക്തിയാണ്. എന്നിട്ട് പോലും ഈ മതത്തെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ആ മതം അത്രയും പവിത്രമായത് തന്നെയാണ് മക്കളെ. അടുത്തൊരു വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പറയുന്നില്ല. എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല. നിറം മാറുന്ന ജീവി അത് ഞാൻ പറയാം. എന്റെ ഇളയ മരുമോള് അവടെ നിറം പലപ്പോഴും അവൾ എന്തോലും പറയുമ്പോ അവളെ നിറമാറ്റമാകും. ഈ സ്വരൂപം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. ഓന്തിനെ നമ്മൾ വെറുതെ കളിയാക്കുക, ചുമ്മാ പാവത്തിനെ ഇട്ട് കളിയാക്കുക. അവളാ നിറവാ മാറുന്നത്. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. കണ്ടല്ലോ അല്ലേ? അപ്പൊ ഇവള് അമ്പലത്തിന്റെ മുറ്റത്ത് മാത്രമല്ല മസ്ജിദുകളിലും വന്നിട്ട് ഇവള് റീലെടുത്തിടും. കാരണം ഞാൻ മതം വിട്ടു എന്ന് പറയുന്നു. പക്ഷെ എങ്കിലും ഈ മതത്തിന്റെ പവിത്ര, നിന്റെ സർട്ടിഫിക്കറ്റ് ആർക്ക് ആഡ് ചെയ്യും ഇവിടെ ഈ മതത്തിന് വേണ്ടത്? നിന്നെപ്പോലുള്ള കൂതറകള് ഈ മതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് കാത്തിരുന്ന ആൾക്കാരാ. പക്ഷെ വീണ്ടും വലിഞ്ഞേറി വന്നിട്ട് ഈ സമുദായത്തെ പറയിപ്പിക്കാനാണ് കൂതറെ ഫ്രോഡെ നിന്റെ തീരുമാനമെങ്കിൽ നല്ല ആൺകുട്ടികളുണ്ടാവും. അവന്മാര് നിന്നെ ചാണാ മുഖ്യ ചൂലിന് അടിക്കും. കാരണം ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികൾ അത് ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാം? അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ട് എത്തിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം. എന്തായാലും നമുക്ക് നമ്മുടെ ഷാജി പാപ്പാനുണ്ടല്ലോ, ആ ഷാജി പാപ്പാൻ ഈ ഫ്രോഡിന് കൊടുക്കുന്ന ഒരു കിണ്ണം കാച്ചിയ ഒരു മറുപടി ഉണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ. മാസായിരുന്നു, ഒന്ന് കണ്ടുപോയിക്കോ. അപ്പൊ കാൽബോഡികളെ ഷാജിപ്പാപ്പനാണ് കേട്ടോ. എന്തായാലും ഒരു കൊച്ചു വീഡിയോ നിങ്ങളത് കണ്ടിട്ട് വന്നേ. സ്വാമി ക്ഷേത്രത്തിലുള്ളത് ഇവിടെ വെച്ചിട്ട് ഒരു ഭയങ്കര അത്ഭുതത്തിന്റെ ദൃക്സാക്ഷിയാണ് ഇത്. വേറെ ആളോട് ഉണ്ടായി, ആള് അങ്ങോട്ടോ പോയി അവിടെ പോയി അമ്മ എങ്കേ അന്ത പക്കം. അതെ ചേച്ചി പത്മനാഭനെ തൊഴുത് തിരിച്ച് വന്നു കേട്ടോ. വന്ന് എനിക്ക് കയ്യിന്റെ അടിയില് കുറച്ച് പ്രസാദം കൊണ്ട് തന്നു. ഞാനിങ്ങനെ കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ നെറ്റിട്ട് വെച്ചപ്പോഴേക്കും ഇവിടെ ഒന്നായിട്ട് ലൈറ്റ് ഓൺ ആയി.
എന്തായാലും ആ പത്മനാഭി സ്വാമി ഈ ക്ഷേത്രം ഇതുവരെ വെളിച്ചവും വെട്ടം ഇല്ലാതിരുന്നതാ. എന്തായാലും അവിടെ കിടന്ന ആ കൈവണ്ടി ആ ക്ഷേത്രത്തിലെത്തി. അവിടെ വന്ന് ആ ചേച്ചി തൊഴുതി ഇച്ചിരി ഭസ്മം എടുത്ത് എവളുടെ നെറ്റിക്കെത്തിയപ്പോ ആ അമ്പലം നിറച്ച് വെട്ടമായി. അതിനുവേണ്ടി കാത്തിരുന്നായിരുന്നു നീണ്ട ഇത്രയും വർഷം ആ క్షేత్రం. എന്തായാലും ബാക്കി കൂടെ കേട്ടിട്ട് നമുക്ക് നോക്കാം. ఆ లైట్ వన్న కదా ഒന്ന് ప్రసంగి కొడుకు బొట్టు పెట్టగానే నాకు అంటే మీరు హిందువులో పెట్టుకుంటారు కదా బొట్టు, ముస్లిమ్స్ పెట్టుకోరు కదా. నేను షాక్ అయ్యా అనమాట. ఆ షాక్ కి లైట్ അയ്യോ എനിക്ക് വയ്യ ചിരിക്കാൻ. സത്യം പറഞ്ഞേട്ടെ ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങളോട് വീണ്ടും വീണ്ടും ഞാൻ തൊഴുതു പറയാം, നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നുള്ള കാര്യം അതാണ്. കാരണം നിങ്ങൾ ഇത്രയും നാൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതിട്ട് ഒരു ദീപം തെളിഞ്ഞിട്ട് പോയിട്ട് ഒരു പ്രകാശം ആ അമ്പലത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണെന്നറിയാം? അവിടെ കിടക്കുന്ന താത്ത ഈ ക്ഷേത്രങ്ങളിലൊന്നും വരാത്തോണ്ടാണ്. ഈ താത്ത വരുന്ന ക്ഷേത്രങ്ങളിൽ മാത്രമേ പ്രകാശവും വെട്ടവും ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു പ്രതിഷ്ഠ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ, ഇല്ലേ അങ്ങനെ തന്നെ ഒരു ദേവി ഇല്ലെങ്കിൽ ഒരു ചടങ്ങ് അവിടെ ആ ക്ഷേത്രത്തിൽ ഉണ്ടെന്നുള്ള കഴിവാണ് താത്ത വീണ്ടും വീണ്ടും തെളിയിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രങ്ങളിലൊന്നും പോയി തൊഴുതിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ താത്ത എല്ലാ ക്ഷേത്രങ്ങളിലും വന്ന് തൊഴുതെങ്കിൽ മാത്രമേ അവിടെ ദേവി ഈ ചൈതന്യമൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, തൽക്കാലം അതുവരെ വല്ല പള്ളിയിലൊക്കെ പോയി വല്ല തൊഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു നല്ല. കാരണം ഇങ്ങനെ താത്ത വരാത്ത ക്ഷേത്രങ്ങളൊന്നും നിങ്ങൾ പോയിട്ട് ഒരു കാര്യമില്ല. എന്തായാലും അവിടെ കിടക്കുന്ന താത്ത ഈ ക്ഷേത്രങ്ങൾ വന്നാൽ മാത്രമേ അവിടുത്തെ ദേവികളെല്ലാം അനക്കം വെച്ച് ഇല്ലെങ്കിൽ വരുന്ന ഭക്തർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കത്തുള്ളൂ. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ എവിടുന്ന അത് പോട്ടെ, അത് പറഞ്ഞ കഥകൾ കണ്ടോ എങ്ങനെയാന്ന്, നല്ല പൊളപ്പാൻ കഥ തന്നെ. രണ്ടാമത് ഇത് കണ്ട തെളിവ് ദൃക്സാക്ഷി വന്ന ആരാ നോക്കിയല്ലോ, ആന്ധ്രയിലും കടന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനൊക്കെ കൈക്കൂലി കൊണ്ട് കൊടുത്ത് ഇരുത്തി പറയിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ ഈ വന്ന് ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ട് ആ ക്ഷേത്രത്തിന്റെ വില ഇല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് തന്നെ വെറും അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഈ സൈസ് പ്രവൃത്തികൾ കാണിച്ച് വീഡിയോ ഇടുന്ന ഇവളെ ആ അമ്പല കമ്മിറ്റിക്കാർക്ക് നല്ല പച്ച മടല് വെട്ടി അടിച്ച് ആ ക്ഷേത്രങ്ങളിൽ നിന്നും അടിച്ചോട്ടിക്കാൻ കഴിവില്ലാഞ്ഞിട്ട് തന്നെയാണെന്ന് ഈ എടുത്ത് വീണ്ടും പറയും. കാരണം അവൾ അത്രമാത്രമാണ് നിങ്ങളെ ഈ നടന്ന് കോപ്രായം കാണിച്ച് കളിയാക്കി വീണ്ടും വീണ്ടും അപമാനിച്ച് കളയുന്നത് തന്നെ. അതിന് നിങ്ങൾക്ക് ഒരു ലജ്ജയും തോന്നുന്നില്ല എന്നുള്ള കാര്യത്തിൽ അല്പമെങ്കിലും തന്നെ. അയ്യോ, ഇത് മാത്രമല്ല അരുണേട്ടന്റെ ജസ്നയുടെ അത്ഭുത പ്രവർത്തികൾ. കണ്ണന്റെ പടം വരച്ച് ഒരു വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് 10 വർഷമായിട്ട് കുട്ടികളില്ലാത്തടത്ത് കുട്ടികൾ വരെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള വേന്ദ്രത്തിയാണ് ഇവള്. അവളാണ് ഒരു ലൈറ്റ് കത്തിക്കാൻ വേണ്ടി. എന്റെ പൊന്നെ, ഇതൊക്കെ നമ്മൾ ഇനി എങ്ങനെ? അപ്പൊ ഇനിയിപ്പോ അമ്പലം വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ പള്ളിയിലോട്ട് വന്നിട്ട് ഇനി ഉടൻ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്കും കൂടെ ഇവള് വരും. കാരണം ഈ സമൂഹത്തിൽ ഇത്രയധികം വൃത്തികേട് കാണിക്കുന്ന ഇതുപോലുള്ള നശൂലങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കേരളത്തിലെ പൊതുസമൂഹമെ എവിടെ വെച്ച് കണ്ടാലും ഇവിടെയൊക്കെ ചാണാമുക്കിയ ചൂലിന് അടിച്ചു ഓടിക്കണം. കാരണം ആ 7 അയലത്ത് കയറ്റത് പള്ളി ആയിക്കോട്ടെ, അമ്പലം ആയിക്കോട്ടെ, ചർച്ച് ആയിക്കോട്ടെ, ഇതുപോലുള്ള നശൂലങ്ങൾക്ക് കയറി ഇറങ്ങി നിരങ്ങാനുള്ള ഇടമല്ല ഇത്. നിനക്കൊക്കെ നിരങ്ങാനായിട്ടുള്ള ഇടം ഏതാണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് തന്നെ അറിയാലോ അല്ലേ? എന്തായാലും ആ സഹോദരൻ കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടല്ലോ. ഇവളുടെ ഒരു അത്ഭുത പ്രവൃത്തിയെ കണ്ട അങ്ങ് ആന്ധ്രയിൽ നിന്ന് വരെ ആള് വന്നിട്ടാണ് അരുണേട്ടന്റെ ജസ്നയുടെ അത്ഭുത പ്രവർത്തികളെ കുറിച്ചിട്ടും ഇവളുടെ കുൽസിതങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇരുന്നത്. എന്തായാലും ഞാൻ ഒരുപാട് ചിരിച്ചു. വീഡിയോ കണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടല്ലോ? നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.